an important property of dual space. ഒരു നോംഡ് ലീനിയർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷനിലാണെങ്കിൽ അതിന്റെ ഡ്യുവൽ സ്പേസും ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും. രണ്ടിന്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. എക്സ് ഫൈനൈറ്റ് ഡയമെൻഷനിലാണെങ്കിൽ എക്സ് ഡാഷും ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും. എക്സിന്റെയും എക്സ് ഡാഷിന്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. എക്സിന്റെ ഒരു ബേസിസിൽ നിന്നും ഒരു കറസ്പോണ്ടിങ് അതിന് റിലേറ്റീവ് ആയിട്ടൊരു ബേസിസ് നമ്മൾക്ക് എക്സ് ഡാഷിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ബേസിസിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ ബേസിസ് എന്നുള്ളത്. ഇതിന്റെ പ്രൂഫാണ് പറയുന്നത്. അതിനകത്ത് തന്നെ ഡ്യുവൽ ബേസിസിന്റെ ഡെഫിനിഷനും വരുന്നുണ്ട്. പ്രൂഫ് എക്സ് ഫൈനൈറ്റ് ഡയമെൻഷനിലാണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് എക്സ് ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ നോംഡ് സ്പേസ്. അപ്പോൾ അതിനൊരു ബേസിസ് ഉണ്ടായിരിക്കുമല്ലോ. അതിനൊരു ബേസിസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം, ഓർഡറിൽ ലിസ്റ്റ് ചെയ്യാം. ഒരു ഓർഡേർഡ് ബേസിസ് എടുക്കാം. ലെറ്റ് സെറ്റ് x1 x2 etc xn be an ordered basis for x. എക്സിന്റെ ഒരു ഓർഡേർഡ് ബേസിസ് ആണെന്ന് കരുതുക. x1 x2 x1 x2 etc xn. അങ്ങനെയെങ്കിൽ നമ്മൾ തിയറം 7.10c തിയറം 7.10c റിസൾട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. there are linear functionals, നമ്മളവിടെ f1 f2 etc fn എന്ന് എഴുതിയിട്ടുള്ളത്. there are linear functionals f1 f2 etc fn on x which satisfy fj of xi is equal to delta ij for I comma j equals 1 2 etc n. തിയറം 7.10c പാർട്ട്. then by theorem 7.10 part C there are linear functionals x1 dash x2 dash etc xn dash in capital X dash such that xj dash of xi is equal to 0 or 1. അതാണ് ഡെൽറ്റ ij എന്ന് വെച്ചാൽ ഐ ജെ ഈക്വൽ ആകുമ്പോൾ ഇതിന്റെ വാല്യൂ 1 ആകും, അല്ലാത്തപ്പോഴെല്ലാം 0 ആകും. ഫോർ I comma j equals 1 2 etc n. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് ഈ സെറ്റ്, ഈ x1 dash x2 dash etc xn dash എന്ന് പറയുന്ന സെറ്റ് x ഡാഷിന്റെ ബേസിസ് ആണെന്ന്. ഇത് നമ്മൾ തിയറം 7.10c ഇങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുറെ ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഇത് കാണിക്കാൻ പോവാണ്. x1 x2 etc xn ബേസിസ് ആണെങ്കിൽ ഈ സെറ്റ് x ഡാഷിന്റെ ബേസിസ് ആവുമെന്ന്. x1 x2 etc xn xന്റെ ബേസിസിൽ x1 dash x2 dash etc xn dash എന്ന് പറയുന്നത് x ഡാഷിന്റെ ഒരു ബേസിസ് ആവുമെന്ന് കാണിക്കാൻ പോവുക. ബേസ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യം കാണിക്കണം. ഒന്ന്, ഈ സെറ്റ് x ഡാഷിനെ സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കണം. ഇത് സെറ്റ് x ഡാഷിനെ സ്പാൻ ചെയ്യുന്നു കാണിക്കണം. രണ്ട്, ഇവർ ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇത് ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാം. x1 dash x2 dash etc xn dash are linearly independent. അതിന് അവരുടെ ഒരു ലിനിയർ കോമ്പിനേഷൻ 0 എന്ന് എടുക്കുക. ലെറ്റ് k1 x1 dash പ്ലസ് etc പ്ലസ് kn xn dash is equal to 0. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? k1 k2 etc knകൾ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം.
ഇതിപ്പോൾ രണ്ട് ഫംഗ്ഷനുകളുടെ ഈ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ഫംഗ്ഷണൽ ആണ്, ലെഫ്റ്റ് സൈഡ് ഒരു ഫംഗ്ഷണൽ ആണ്. കാരണം x1 ഡാഷ് എക്സെട്ര xn ഡാഷ് എന്ന് പറയുന്നത് ഫംഗ്ഷണൽസ് ആണ്, അവരുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ, ഇതൊരു ഫംഗ്ഷണൽ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷനുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് പറഞ്ഞാൽ അർത്ഥം ഓരോ പോയിന്റിലും അവരുടെ വാല്യൂസ് ഈക്വൽ ആണെന്നാണ്. സോ ദിസ് ഇംപ്ലൈസ്, ഇതിലേക്ക് ഞാൻ xi അപ്ലൈ ചെയ്യുന്നു, k1 x1 ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് kn xn ഡാഷ് ഓഫ് ദ പോയിന്റ് xi എടുക്കും is equal to 0 of xi, സീറോ ഫംഗ്ഷൻ ഓഫ് xi എന്ന് വെച്ചാൽ സീറോ തന്നെ വരും. സീറോ ഫംഗ്ഷനിൽ എല്ലാവരെയും മാപ്പ് ചെയ്യുന്ന സീറോയിലേക്കാണ്. and this implies this is true for all I, for all I equals 1 2 etc n. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു, k1 into x1 dash of xi plus etc plus kn into xn dash of xi is equal to 0 for all I equals 1 2 etc n. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ 1 2 3 എക്സെട്ര എന്നിലാണ്. ഐയുടെ വാല്യൂ 1 2 3 എക്സെട്ര n ആയതുകൊണ്ട് നമ്മളിത് x1 ഡാഷ് ഓഫ് xi പ്ലസ് എക്സെട്ര പ്ലസ് k1 x1 ഡാഷ് ഓഫ് xi പ്ലസ് എക്സെട്ര പ്ലസ് kn xn ഡാഷ് ഓഫ് xi എന്ന് പറയുമ്പം ഇതിനിടയ്ക്ക് ki xi ഡാഷ് ഓഫ് xi എന്ന ടൈം വരും, ki xi ഡാഷ് ഓഫ് xi എന്ന ടൈം വരും. അതിലെ xi ഡാഷ് ഓഫ് xi എന്ന് പറയുന്നത് 1 ആയി പോകും, ബാക്കിയെല്ലാം പുറകോട്ടും മുന്നോട്ടുള്ള ബാക്കി ടൈമുകളെല്ലാം 0 ആയി പോകും. കാരണം xj ഡാഷ് ഓഫ് xi എന്ന് പറയുന്നത് ഡെൽറ്റ ij ആണ്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഈ ഒരു ടൈം മാത്രമേ നിൽക്കത്തുള്ളൂ, അത് ki into 1 എന്ന് വരും, ki ബാക്കിയെല്ലാം 0 ആയി പോകും. ki is equal to 0 എന്ന് കിട്ടും for all I equals 1 2 etc n. അപ്പൊ എന്ത് കിട്ടി, നമ്മൾ ഒരു ഇവരുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 എന്ന് എടുത്തപ്പം അതിലെ സ്കെയിലാറുകളെല്ലാം 0 എന്ന് കിട്ടി. അതുകൊണ്ട് ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. therefore the set x1 dash x2 dash etc xn dash is a linearly independent subset of x dash. അടുത്തതായിട്ട് ഈ സെറ്റ് എക്സ് ഡാഷിനെ സ്പാൻ ചെയ്യുന്നു കൂടെ കാണിക്കണം. രണ്ട് കാര്യങ്ങൾ കാണിച്ചാലല്ലേ ബേസിസ് ആവത്തുള്ളൂ. ഇപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടി, span of set x1 dash etc xn dash is equal to x dash. x1 dash etc xn dashന്റെ span x dash ആണെന്ന് പ്രൂവ് ചെയ്യാം. we claim that എന്ന് വെച്ചാൽ എക്സ് ഡാഷിൽ നമ്മൾ ആരെ എടുത്താലും അവരെ ഇവരുടെ ഒരു ലിനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. we claim that x dash, any element small x dash and capital X dash can be written as a linear combination of x1 dash etc xn dash എന്ന് കാണിക്കാൻ പോവുകയാണ്. ആ ലിനിയർ കോമ്പിനേഷൻ എങ്ങനെയാ വരുന്നത് ചോദിച്ചാൽ x dash of x1 into x1 dash plus etc plus x dash of xn, അവസാനത്തെ സ്കെയിലാറുകളാണല്ലോ. f of xn എന്ന് പറഞ്ഞാൽ f of x1 f of x2 etc f of xn എന്ന് പറഞ്ഞാൽ സ്കെയിലാറുകളാണല്ലോ ഫംഗ്ഷനിൽ f എന്ന ഫംഗ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ x dash x1 x dash x2 etc x dash xn എന്ന് പറഞ്ഞാൽ k1 k2 etc kn എന്ന് പറയുന്ന പോലെ തന്നെയാണ്. into last xn dash, we claim that these two are equal. ഇത് രണ്ടും ഏത് x dash എടുത്താലും for any x dash in capital X dash, capital X dash in ഏത് സ്മോൾ x dash എടുത്താലും അതിനെ ഇങ്ങനെ ഒരു ലിനിയർ കോമ്പിനേഷൻ ആയിട്ട് ഈ സെറ്റ് x1 dash x2 dash etc xn dashന്റെ ലിനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് ക്ലെയിം ചെയ്തേക്കും. അത് പ്രൂവ് ചെയ്യണം. ഇവിടെയും രണ്ട് ഫംഗ്ഷനുകളുടെ ഇക്വാളിറ്റിയാ. ഈ രണ്ട് ഫംഗ്ഷനുകൾ ഈക്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെന്ന് കാണിക്കണമെങ്കിൽ അവരുടെ വാല്യൂസ് ഓരോ എക്സിലും ഈക്വൽ ആണെന്ന് കാണിക്കണം. എക്സ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഓഫ് എക്സിന് ഈക്വൽ ആണെന്ന് കാണിക്കണം. അതിന് നമ്മൾ എക്സ്എന്നുകളിൽ ഇവർ ഈക്വൽ ആണെന്ന് ആദ്യം കാണിക്കും, ബേസിസിൽ ഇവർ എഗ്രി ചെയ്യുന്നു എന്ന് കാണിക്കും. എക്സിന്റെ ബേസിസ് ഉണ്ടല്ലോ x1 x2 etc xn, ആ ബേസിസ് എലമെന്റുകളിൽ ഇവർ ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹോൾ സ്പേസിലും ഈക്വൽ ആയിക്കോളും. ബേസിസ് എലമെന്റുകളിൽ ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. കൺസിഡർ
എക്സ് ഡാഷ് ഓഫ് x1 ഇൻറ്റു x1 ഡാഷ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് ഡാഷ് ഓഫ് xn ഇൻറ്റു xn ഡാഷ് ഓഫ് xi. ഇവിടെ ഫോർ i ഈക്വൽസ് 1 2 എക്സെട്ര n ആണ്. ഇത് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഡാഷ് ഓഫ് x1 ഇൻറ്റു x1 ഡാഷ് ഓഫ് xi പ്ലസ് എക്സെട്ര എക്സ് ഡാഷ് ഓഫ് xn ഇൻറ്റു xn ഡാഷ് ഓഫ് xi ഫോർ i ഈക്വൽസ് 1 ടു എക്സെട്ര n. മുമ്പ് പറഞ്ഞ പോലെ ഇതിനിടയ്ക്ക് xi ഡാഷ് ഓഫ് x1 ഡാഷ് ഓഫ് xi x2 ഡാഷ് ഓഫ് xi എക്സെട്ര xn ഡാഷ് ഓഫ് xi എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് xi ഡാഷ് ഓഫ് xi വരും. ആ xi ഡാഷ് ഓഫ് xi മാത്രം 1 ആകും, ബാക്കിയെല്ലാം 0 ആകും. അപ്പോൾ ഇടയ്ക്കത്തെ xi ഡാഷ് ഓഫ് xi എന്ന ടൈം മാത്രമേ നിൽക്കത്തുള്ളൂ. ആ ടൈം എങ്ങനെ വരും? xi ഡാഷ് ഓഫ് xi എന്നുള്ള ടൈമിന് ഇടയ്ക്കുള്ള ടൈം എങ്ങനെ വരിക? x ഡാഷ് ഓഫ് xi ഇൻറ്റു xi ഡാഷ് ഓഫ് xi ഇങ്ങനെ വരിക. ഇതിൽ xi ഡാഷ് ഓഫ് xi 1 ആയി പോകും, ബാക്കിയെല്ലാം പുറകോട്ട് മുന്നോട്ടുള്ള ടൈംസ് എല്ലാം 0 ആയി പോകും. അങ്ങനെ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡാഷ് ഓഫ് xi. അപ്പൊ നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് xi അപ്ലൈ ചെയ്തപ്പം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് xi അപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണെന്നാ കിട്ടി. സോ ദീസ് ടു ഫംഗ്ഷൻസ് ആർ ഈക്വൽ അറ്റ് ഓൾ xi. xiകളെല്ലാം ഈക്വലാ. xiകളിൽ ഈക്വൽ ആണെങ്കിൽ ഏത് എക്സിലും ഈക്വൽ ആയിരിക്കും, കാരണം ഏത് എക്സും xiകളുടെ ഒരു ലിനിയർ കോമ്പിനേഷൻ ആണ്. x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എക്സിന്റെ ബേസിസ് ആണ്. അപ്പൊ നമ്മൾ x എലമെന്റ് ഓഫ് x എടുത്താൽ k1 x1 പ്ലസ് എക്സെട്ര പ്ലസ് ഒരു എക്സെട്ര പ്ലസ് kn xn ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ x ഡാഷ് ഓഫ് x അപ്ലൈ ചെയ്യുമ്പം k1 ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് x1 എന്നാണ് വരുന്നത്, പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് xn എന്ന് വരും. And that is equal to ഈ k1 ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് x1 എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ഓഫ് x1 തുല്യമാണ്. ഈ എക്സ്പ്രഷനെ ഞാൻ എഫ് എന്നങ്ങ് വിളിക്കുകയാണെങ്കിൽ അത് k1 ഇൻറ്റു എഫ് ഓഫ് x1 എന്നാകും, പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് xn എന്നുള്ളത് എഫ് ഓഫ് xn എന്നാണ്. k1 ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു എഫ് ഓഫ് xn ആകും. നമുക്ക് എഫിന്റെ ലിനിയാരിറ്റി വെച്ച് അതിനെ എഫ് ഓഫ് k1 x1 പ്ലസ് എക്സെട്ര പ്ലസ് kn xn എഴുതാം. k1 x1 പ്ലസ് എക്സെട്ര പ്ലസ് kn xn എന്നുള്ളതിനെ x എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് x എന്ന് കിട്ടി. നമ്മൾ ഈ എക്സ്പ്രഷനെ എഫ് എന്ന് വിളിച്ചത്. അപ്പൊ എക്സ് ഡാഷ് ഓഫ് x എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ഓഫ് x എന്ന് കിട്ടി ഫോർ ഓൾ എക്സിൽ. സോ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് എന്നായി. എന്ന് വെച്ചാൽ ഈ രണ്ട് എക്സ്പ്രഷൻസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇതാണ് എഫ് എന്ന് പറയുന്നത്. എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാം? സ്പാൻ ഓഫ് സെറ്റ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് എക്സ് ഡാഷിന് തുല്യമാണ്. അങ്ങനെ ആ സെറ്റ് എക്സ് ഡാഷിനെ സ്പാൻ ചെയ്യുന്നുണ്ട്, സെറ്റ് ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഹെൻസ് അതെന്താണ്? ഒരു ബേസിസ് ആണ്. ഈ ബേസിസിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ ബേസിസ് എന്നുള്ളത്. This k1 x1 dash x2 dash etc xn dash constitute a linearly independent subset of x dash. നമ്മൾ അത് പ്രൂവ് ചെയ്തു. In fact they constitute an ordered basis for x dash. അത് ബേസിസ് ആണെന്ന് നമ്മൾ കാണിച്ചു, കാരണം ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ബേസിസ് ആവാൻ പിന്നെ സ്പാൻ ചെയ്താൽ മതി എന്ന് കാണിച്ചു. അതായത് നമ്മൾ പ്രൂവ് ചെയ്ത് എങ്ങനെയാണ് എക്സ് ഡാഷിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് ഫോർ എവരി എക്സ് ഡാഷ് ഇൻ എക്സ് ഡാഷ്. ഈ സെറ്റിൽ ഇവരുടെ ഒരു ലിനിയർ കോമ്പിനേഷൻ ആയിട്ട് ഏത് എക്സ് ഡാഷിനെ എഴുതാൻ പറ്റുമെന്നും കാണിച്ചു. ഇറ്റ് ഈസ് കോൾഡ് ദ ഡ്യുവൽ ബേസിസ് ഫോർ എക്സ് ഡാഷ് റിലേറ്റീവ് ടു ദ ബേസിസ് x1 x2 എക്സെട്ര xn ഓഫ് x. ക്യാപിറ്റൽ എക്സിന്റെ ഏത് ബേസിസ് നമ്മൾ എടുത്താലും അതിന് റിലേറ്റീവ് ആയിട്ടൊരു ഡ്യുവൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ രണ്ടിലും എലമെന്റുകളുടെ എണ്ണം തുല്യമല്ലേ? x1 x2 എക്സെട്ര xn എക്സിന്റെ ബേസിസ് ആകുമ്പോൾ അത്രയും തന്നെ എലമെന്റുകളാണ് എക്സ് ഡാഷിന്റെ ബേസിസിൽ ഉണ്ടാവുന്നത്. ആയതുകൊണ്ട് ഇൻ പർട്ടിക്കുലർ ഇവരുടെ ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. ഇൻ പർട്ടിക്കുലർ ദ ഡയമെൻഷൻ ഓഫ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് എക്സ്. എക്സിന്റെ ഡയമെൻഷൻ നമ്മൾ n എന്ന് എടുത്താൽ എക്സ് ഡാഷിന്റെ ഡയമെൻഷനും n തന്നെ ആയിരിക്കും. അതിന്റെ ബേസിലും n എലമെന്റുകൾ തന്നെയായിരിക്കും ഉള്ളത്. അപ്പൊ ഇത് ഡ്യുവൽ സ്പേസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ഫൈനൈറ്റ് ഡയമെൻഷനിലായ സ്പേസുകളുടെ ഡ്യുവൽ സ്പേസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്.